ന്യൂക്ലിയർ റിയാക്ടറുകൾ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ റിയാക്ടറിൽ നമ്മൾ ന്യൂക്ലിയർ എനർജി ഉണ്ടാകും. അതിൽ പരീക്ഷിക്കപ്പോഴും ചോദിക്കുന്നതാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം മഷിയുടെ എവിടെയെങ്കിലും മഷി ഉണ്ടോ? അല്ലെങ്കിൽ മഷി തീർന്നില്ല. സമ്പുഷ്ട യുറേനിയം. സമ്പുഷ്ട യുറേനിയമാണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? സമ്പുഷ്ട, സസുഷ്ടയല്ല, സമ്പുഷ്ട. സമ്പുഷ്ട യുറേനിയം. സമ്പുഷ്ട യുറേനിയം കേട്ടോ, മറന്നുപോയി. സമ്പുഷ്ട യുറേനിയമാണ്. ഇത് നമ്മൾ കുറച്ചു നേരം കണ്ടിട്ട്, പക്ഷെ എന്നാലും പരീക്ഷയ്ക്കിൻ്റെ അകത്ത് ചോദ്യം കിട്ടും ഉറപ്പായിട്ടും. അടുത്ത ഏത് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. എന്താണ് കിട്ടുന്നത്? ഒന്ന് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സും, നമ്പർ 1 പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും ഏതൊക്കെയാണെന്നുള്ള ചോദ്യം വരും പെടാത്തം പെട്ടെന്ന്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലുണ്ടായാൽ മതി. നമ്മൾ എന്താണ് ഉപയോഗിച്ച് പിന്നെ തിരിച്ചു കിട്ടാത്തതാണെങ്കിൽ എന്തായിരിക്കും? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. പിന്നെ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്താണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. അതുപോലെ ബ്രൗൺ എനർജി എന്ന് പറയുന്ന ഈ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് അതിനെ ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. പാരമ്പര്യേതരം ഒക്കെ തന്നെ എന്താണ് ചെയ്യുന്നത്? പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ഗ്രീൻ എനർജി എന്നതുകൊണ്ട് പറയും. ഗ്രീൻ എനർജി എന്നാണ് അതുകൊണ്ട് അതിന് പേര് പറയുന്നത്, അല്ലെ ക്ലീൻ എനർജി എന്ന് പറയും. പിന്നെ 2 CNGയുടെയും LNGയുടെയും ഉള്ളടക്കം എന്താണ് അടങ്ങിയിരിക്കുന്നത്? മീഥെയിനാണ്. മാർക്കറ്റ് CNGയിലും LNGയിലും അടങ്ങിയിരിക്കുന്നത് മീഥെയിൻ. സോ LNGയിലെ മീഥെയിനാണ്. പിന്നെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? LPGയിലാണെങ്കിൽ എന്താണ് ബ്യൂട്ടൈനാണ്. അത് പഠിച്ചു വെക്കണേ. മീഥെയിനും ബ്യൂട്ടൈനും അങ്ങോട്ട് മാറിപ്പോയത്. പിന്നെ LPGക്ക് ശരിക്കും പറഞ്ഞാൽ നിറമോ മണമോ LPGക്ക് ഇല്ല. ശുദ്ധനാണ് LPG എന്ന് പറയുന്നത്. ശുദ്ധയാണ്. LPG ആണാണോ പെണ്ണാണോ നമുക്കറിയില്ല. അപ്പൊ അത് ശുദ്ധമാണ്. പക്ഷെ അതിനകത്ത് ഈ മണം വരുന്നത് എവിടെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LPGക്കകത്തുനിന്നല്ല, നമ്മൾ പിന്നീട് കൂട്ടിച്ചേർക്കുന്നതാണ്. പേരെന്താ? ഈഥൈൽ മെർക്യാപ്റ്റൻ. ഈഥൈൽ മെർക്യാപ്റ്റൻ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ന്യൂക്ലിയർ ഇതുണ്ട്, ഫിഷൻ, ഫ്യൂഷൻ, ന്യൂക്ലിയർ റിയാക്ടറുകൾ. ആ 3 പോയിന്റ്സ് പഠിക്കണം. ന്യൂക്ലിയർ ഫിഷന്റെ അകത്ത് ഫിഷൻ സംബന്ധിച്ചാണെങ്കിൽ വിഘടിപ്പിക്കുക. അപ്പൊ ഭാരം കൂടിയ ന്യൂക്ലിയസിനെ ന്യൂട്രോൺ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളാക്കി മാറ്റുന്നു. അപ്പൊ കുറച്ച് ദ്രവ്യ നഷ്ടം അവിടെ ഉണ്ടാകും. അതാണ് ഊർജ്ജമായിട്ട് നമുക്ക് കിട്ടുന്നത്. അതിന്റെ കുഴപ്പം നമ്മളത് എനർജി ഊർജ്ജം ഉണ്ടാക്കുന്നത് നിയന്ത്രിതമായിട്ട് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ. നിയന്ത്രണം വിട്ടാൽ ഭയങ്കര സ്ഫോടനം ഉണ്ടാകും. അതാണ് ആറ്റം ബോംബിന്റെ തത്വം എന്ന് പറയുന്നത്. പിന്നെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്, ഫ്യൂഷൻ നമുക്കറിയാം എന്താണ്? ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ എന്താണ് കൂട്ടി യോജിപ്പിക്കുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ബോംബിന്റെ തത്വം എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അതിങ്ങനെ ചോദ്യം, പരീക്ഷയുടെ ചോദ്യം ഇതാണ്. ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബിൽ ഉപയോഗിച്ചിരിക്കുന്ന തത്വം എന്ന് പറഞ്ഞ് ഫിഷനും ഫ്യൂഷനും കാണും. പിന്നെ വേറെ ഏതെങ്കിലും അല്ലാത്ത ഏതെങ്കിലും രണ്ടെണ്ണം കൂടെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നതാണ്. ആ രീതിയിലെ ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പൊ LPGയിലെ കണ്ടെത്തുന്നത് അല്ല മീഥെയിൽ മെർക്യാപ്റ്റൻ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് CNG, LNG, LPG എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മൾ എന്താ പറയുക? LPGയിലാണ് മീഥെയിൽ മെർക്യാപ്റ്റൻ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു വെക്കാനുള്ളത്. അതും നോക്കാം. ഇതിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ടിലുണ്ട്. നോക്കാമോ പെട്ടെന്ന്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് കൊടുത്തിട്ടുണ്ട്. CNGയും LNGയും എന്താന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ LPG എന്താന്ന് കൊടുത്തിട്ടുണ്ട്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്താന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ എനർജി കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ എനർജി കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയർ ഫിഷൻ കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയർ ഫ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ അകത്ത് 1-2 ചോദ്യം ഉറപ്പായിട്ടുണ്ട്. ചില ചോദ്യം ചോദിക്കുന്നതാണ്. ന്യൂക്ലിയർ ഫിഷൻ ചോദിക്കാറുണ്ട്, ഫ്യൂഷൻ ചോദിക്കാറുണ്ട്, CNG, LPG ഒക്കെ തന്നെ ചോദിക്കാറുണ്ട്. പാരമ്പര്യം. ഇനി നമുക്ക് ആറ്റത്തിന്റെ ഘടന തീർച്ചയായും ചിലപ്പോൾ അത് തീരാൻ പറ്റാത്തത് ഐസോട്ടോപ്പുകൾ അല്ലെങ്കിൽ ജോഗ്രഫിയുടെ ഒരു ടോപ്പിക് ഉണ്ട്. കാറ്റുകൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അത് അത്രയും വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. അത് കുറച്ച് ഉണ്ടെന്നുള്ളതാണ്. കാറ്റുകൾ എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? കാറ്റുകൾ കേട്ടിട്ടുണ്ടോ?
അതിലാണ് ഇന്ന് ചില ലൂസായി കിടക്കുന്ന കുറച്ച് അര ലൂസായി അവന് കാറ്റാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ കാറ്റാന്ന് പറയുന്നത്. അപ്പൊ അതൊരു എന്താണ് ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട അതിനകത്ത് നമ്മൾ പഠിച്ചു വെച്ചാൽ കിട്ടാവുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊന്ന് പെട്ടെന്ന് നോക്കാം. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പൊ ഹെഡിങ് എഴുതിയെടുത്താൽ മതി. കാറ്റുകൾ, പലതരം കാറ്റുകളുണ്ട്. വാണിജ്യവാദങ്ങളുണ്ട്, പ്രാദേശികവാദങ്ങളുണ്ട്, കാലികവാദങ്ങളുണ്ട്, അസ്ഥിരവാദങ്ങളുണ്ട് കേട്ടോ. വാദങ്ങൾ എന്നാണ്, കാറ്റിന് വാദം എന്നാണ് വാക്കാണ് ഉപയോഗിക്കുക കേട്ടോ. വാദങ്ങൾ എന്നാണ്. കാറ്റുകൾ എന്നുള്ളതിന് പകരം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉപയോഗിക്കുന്നത് വാദങ്ങൾ എന്നുള്ളതാണ്. വാദങ്ങൾ എന്ന് പറഞ്ഞാൽ കാറ്റുകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അത് വേറെ വാദം. വാദമുണ്ട്, വാദമുണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാറ്റ് എന്നുള്ള അർത്ഥത്തിൽ വാദം, പശ്ചിമവാദം കേട്ടോ, പൂർവവാദം എന്നൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാനുള്ളത്. അപ്പം ഇത് വെക്കുന്നതിന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഈ അക്ഷാംശം എന്നുള്ള കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. എന്നിട്ട് അക്ഷാംശം, രേഖാംശം എന്നൊക്കെ പറയുന്നില്ലേ, അത് നോട്ടിൽ എഴുതിയെടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ഭൂമിയെ വരയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഭൂമിയെ എന്ത് ചെയ്യുന്നതാണ്? ഭൂമി വരയ്ക്കുകയാണ്. ഭൂമിയുടെ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ ഉരുണ്ട ഭൂമിയാണ് നമ്മുടെ ഭൂമി. ഉരുണ്ട ഭൂമിയാണ്. ആ ഭൂമി ഇങ്ങനെ ഭൂമിക്ക് ഇങ്ങനെ കുറുകയായിട്ട് നമ്മൾ എന്താണ് കുറെ രേഖകൾ വരയ്ക്കും. ഇത് വരയ്ക്കും, ഇങ്ങനെ രേഖ വരയ്ക്കും. ഇതിങ്ങനെ വട്ടത്തിൽ, ഭൂമി ഉരുണ്ടല്ലേ കിടക്കുന്നത്, ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ നമ്മൾ വരച്ചു പോകും. അപ്പൊ അങ്ങനെ ഇതിങ്ങനെ നേരെ വരച്ചു പോകും. കുറച്ചൊന്നുമല്ല വരയ്ക്കാം, മുഴുവൻ വരയുണ്ടാവും. ഇങ്ങനെ വരച്ചു പോകും. അങ്ങനെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഭൂമിക്ക് ചുറ്റും മുഴുവൻ ഇങ്ങനെ വട്ടം വരച്ചു പോകുന്നതാണ്. ആ വരയ്ക്കാണെന്ന് പറയാൻ, കുറുക വരയ്ക്കുന്നതിനാണ് അക്ഷാംശ രേഖകൾ എന്ന് വിളിക്കുക. എന്താണ് വിളിക്കുക? അക്ഷാംശ രേഖകൾ എന്നാണ് പറയുക. അക്ഷാംശ രേഖകൾ എന്ന് പറയാം. അപ്പൊ ഈ ഒരു പാഠം പഠിക്കണം. നമുക്ക് അക്ഷാംശ രേഖ എന്താണ് എന്ന് ചിത്രം നമുക്ക് കിട്ടണം. ഇനി നേരെ കുറുക താഴോട്ട് വരയ്ക്കില്ലേ, ഇങ്ങനെ വരയ്ക്കും. എന്താണ് ഇത്? ഇങ്ങനെ കുറുക വരയ്ക്കുന്നതിന് നമ്മൾ എന്താ പറയുക? രേഖാംശ രേഖ എന്ന് വിളിക്കും. കുറുക വരയ്ക്കുന്നതിന് വിളിക്കും രേഖാംശ രേഖ എന്ന് വിളിക്കും. അപ്പൊ അക്ഷാംശ രേഖ എന്താണ്, രേഖാംശ രേഖ എന്താണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾക്ക് എന്താണെങ്കിലും ഉണ്ടാകും. അക്ഷാംശ രേഖ എന്ന് പറഞ്ഞാൽ നെടുക വരയ്ക്കുന്നതിനെ അക്ഷാംശ രേഖ എന്ന് പറയും കേട്ടോ. ഈ ഭൂമിയുടെ മധ്യത്തിലുള്ള രേഖയ്ക്കാണ് 0 ഡിഗ്രിയാണ് നമ്മൾ പറയുന്നത്. ഇത് വിളിക്കാം 0 ഡിഗ്രിക്കാണ് ഭൂമധ്യ രേഖ എന്ന്. 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഭൂമധ്യ രേഖ എന്ന് പറയുന്നത്. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് എന്ത്? ഭൂമധ്യ രേഖ എന്ന, ഭൂമിയുടെ മധ്യത്തിലുള്ള രേഖ എന്ന് പറയുന്നത്. ഇവിടെ ഭയങ്കര ചൂട് കൂടുതലായിരിക്കും. ഇതിന് മുകളിൽ സൂര്യനല്ലേ, സൂര്യൻ ഏറ്റവും മുകളിൽ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഭയങ്കര ചൂട് കൂടുതലായിരിക്കും. അതൊന്നും അറിയില്ല. പിന്നെ ഇതിന് ഈ മുകളിലേക്കുള്ള ഭാഗത്ത് നമ്മൾ എന്താ പറയും? ഉത്തരാർദ്ധ ഗോളം എന്ന് പറയും. ഇതിനെ വിളിക്കും ഉത്തരാർദ്ധ ഗോളം എന്ന് വിളിക്കും. കാരണം ഈ പകുതി ഗോളമല്ലേ, ഭൂമി ഒരു ഗോളമാണല്ലോ. അതിൻ്റെ അകത്ത് ഈ മുകളിലോട്ടുള്ള ഗോളത്തെ ഉത്തരാർദ്ധ ഗോളം, താഴോട്ടുള്ള ഗോളത്തെ നമ്മൾ എന്ത് പറയും? ദക്ഷിണാർദ്ധ ഗോളം എന്ന് വിളിക്കും. ദക്ഷിണാർദ്ധ ഗോളം എന്ന് വിളിക്കും കേട്ടോ. ഇത് തെക്കാണ്, ഇത് വടക്കാണ് കേട്ടോ. ഇത് വടക്കാണ്. അപ്പൊ ഇത്രയും ഒരു ചിത്രം നമ്മൾ മനസ്സിലുണ്ടാകണം. എന്ത് വേണം? സാധാരണ PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്ര? പഠിച്ചു വെച്ചിട്ടുണ്ടോ? കാർഷികേ, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യ എവിടെയോ ആണ് ഇന്ത്യ കിടക്കുന്നത്. അപ്പൊ ഇത്രയും അക്ഷാംശ രേഖകൾക്കിടയിലാണ് ഇന്ത്യ എന്ന് പറയും. പരീക്ഷയുടെ സ്ഥിരം PSCയുടെ സ്ഥിരം ചോദ്യമാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറഞ്ഞാൽ 8 ഡിഗ്രി 4 മിനിറ്റിനും. ഇത് ഡിഗ്രിയാണ്, ഇത് മിനിറ്റ് എന്നാണ്. ഡിഗ്രിയുടെയും ചെറിയ അളവിനെ നമ്മൾ ഉപയോഗിക്കാം. മിനിറ്റ് ഇങ്ങനെ തിരിച്ച് വര വെച്ചിട്ടാണ് കാണിക്കാം കേട്ടോ. 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും ഇടയ്ക്കുള്ളതാണ് ഇടയിൽ. മുകളിലേക്കുള്ള എന്താണ്? ഉത്തര അക്ഷാംശം എന്ന് പറയും. വടക്കിലേക്ക് എന്താണ്? ഉത്തര അക്ഷാംശമാണ്. ഉത്തര അക്ഷാംശമാണ് എന്തെന്ന് പറയുന്നത്.
ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥാനം എങ്ങനെ പറയാം? ഇവിടെ ഇത് 0 ഡിഗ്രി അല്ലേ, ഇതിന്റെ മുകളിലേക്ക് ഒരു 8 ഡിഗ്രി 4 മിനിറ്റ്, അതിന്റെ ഇടയ്ക്ക് അപ്പുറത്തേക്ക് 37 ഡിഗ്രി 6 മിനിറ്റ്, അതിന്റെ ഇടയിലാണ് ഇത് വരുന്നത്, നമ്മുടെ ഇന്ത്യ വരുന്നത് എന്നുള്ള അർത്ഥം ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ അത് പഠിച്ചു വെക്കണം. ഇപ്പൊ തന്നെ എഴുതി വെച്ചപ്പോ ഞാനിപ്പോ അന്ന് പറഞ്ഞാൽ മറന്നുപോയില്ലാതായി കേട്ടോ. അത് 10ാം ക്ലാസ്സിൽ ഒരു പാഠമുണ്ട്, ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. അതിനകത്ത് നമ്മൾ ഉത്തര മഹാസമതലം ഉത്തര പർവ്വത മേഖല, അത് കഴിഞ്ഞ താഴെ ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം, അതുപോലെ ദ്വീപുകൾ എന്ന് പറയുന്ന 5ആയി തിരിച്ച് പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തുടങ്ങുന്ന തന്നെ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രാന്ന് ചോദിക്കുന്നുണ്ട്. അത് പരീക്ഷയ്ക്ക് അതൊന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും ഇടയ്ക്കാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. അത് പിന്നീട് ആ ചാപ്റ്റർ എടുക്കും, ഞാൻ തന്നെ പറഞ്ഞു തന്നോളാം. അപ്പൊ അത് എന്താണ് അത് പഠിക്കുന്നതിന് കൂടെ പഠിക്കാം. അപ്പൊ ഇത് നമ്മുടെ ഭൂമിയാണ്. ഭൂമി ഉരുണ്ടതാണ്, ഗോളമാണ്. ആ ചുറ്റും നമ്മൾ എന്താണ് ഇങ്ങനെ എന്തായി നിൽക്കുന്നതാണ്. അതിന് ഭൂമിക്ക് ഉണ്ടായിട്ടുണ്ട് കുറുകയായിട്ട് ഇങ്ങനെ ഒരു വര സങ്കല്പിക്കുന്നു എന്നുള്ളതാണ്. ആ നടുക്കുള്ള വരയാണ് നമ്മൾ 0 ഡിഗ്രി എന്ന് പറയുന്നത്. 0 ഡിഗ്രി അക്ഷാംശ രേഖ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഭൂമധ്യ രേഖ എന്ന് പറയുന്നു. ഇതിന്റെ മുകളിലേക്ക് വടക്കാണെങ്കിൽ ഇതിപ്പോ എന്താണ് 30 ഡിഗ്രി വടക്കുള്ള അക്ഷാംശ രേഖയാണ്. 30 ഡിഗ്രി വടക്കുള്ള അക്ഷാംശ രേഖ. ഇതെന്താണ് 30 ഡിഗ്രി തെക്കുള്ള അക്ഷാംശ രേഖയാണ്. ഇത് 60 ഡിഗ്രി വടക്കുള്ള അക്ഷാംശ രേഖയാണ്. ഇത് 60 ഡിഗ്രി തെക്കുള്ള എന്താണ് അക്ഷാംശ രേഖയാണ്. ദക്ഷിണാക്ഷാംശം എന്ന് പറയും. താഴോട്ടുള്ളതിനൊക്കെ എന്ത് വിളിക്കും? ദക്ഷിണാക്ഷാംശം എന്ന് വിളിക്കുന്നു. മുകളിലേക്കുള്ളത് ഉത്തരാക്ഷാംശം എന്ന് വിളിക്കും. ആ വാക്കുകൾ നമ്മൾ അറിയണം. ഉത്തര അക്ഷാംശം, ഇതിന് ഉത്തര അക്ഷാംശം എന്ന് പറയുന്നത് ഈ പറയുന്നത് എന്താണ്? ദക്ഷിണ അക്ഷാംശം എന്ന് പറയുന്നു. അപ്പൊ മറന്നുപോയത് എന്ത് വേണം? ഭൂമി ഉരുണ്ടിരിക്കുന്നു. ഭൂമിക്ക് കുറുകയായിട്ട് നമ്മൾ ചെറിയ അതിന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്ന സ്ഥലങ്ങളെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രേഖകൾ വരയ്ക്കുന്നു. അതിനെയാണ് ഇത് വിളിക്കുക അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. നടുക്കുള്ളതിന് ഭൂമധ്യ രേഖ അല്ലെ 0 ഡിഗ്രി അക്ഷാംശം എന്ന് വിളിക്കുന്നു. അതിന്റെ വടക്കോട്ട് മുകളിലേക്കുള്ളതിന് എന്താണ്? ഉത്തര അക്ഷാംശ രേഖകൾ എന്ന് വിളിക്കും. മുകളിലേക്കുള്ളതിന് ഉത്തരം വടക്കാണ്. മുകളിലേക്കുള്ളതിന് ഇങ്ങോട്ടുള്ള വരകളാണ് കൊണ്ട് ഇങ്ങനെ മൊത്തം വരയിലാണ്. ഞാനിത് ഇപ്പൊ പഠിപ്പിക്കാനുള്ള മാത്രമേ വരച്ചു വെച്ചത് മാത്രമേ ഉള്ളൂ. ബാക്കി 2 ഡിഗ്രി മുഴുവനുണ്ട്. ഇപ്പൊ 0 കഴിഞ്ഞാൽ 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി 30 31 32 അങ്ങനെ ഇവിടെ 90 ഡിഗ്രി വരെ എത്തുന്നുള്ളതാണ് കേട്ടോ. ആ മുഴുവൻ വരയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വരയില് മുകളിലേക്കുള്ളതിന് ഉത്തര അക്ഷാംശ രേഖയും താഴേക്കുള്ളത് ദക്ഷിണ അക്ഷാംശ രേഖയും എന്ന് പറയും. ഇത്രയും ഒരു പിടുത്തം കിട്ടണം കേട്ടോ. എന്നാൽ അതെന്ത് വേണം? ഭൂമിക്ക് ചുറ്റും ഭൂമിയെ അളക്കാൻ വേണ്ടിയിട്ട് സ്ഥാനം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുറുകെ ഇങ്ങനെ വരകൾ സങ്കല്പിക്കുന്നു. കൃത്യം മധ്യത്തിലൂടെയുള്ളതാണ് 0 ഡിഗ്രി അല്ലെങ്കിൽ ഭൂമധ്യ രേഖ എന്നത്. മുകളിലേക്കുള്ളതിലേക്ക് ഉത്തര അക്ഷാംശ രേഖ, താഴേക്കുള്ളത് ദക്ഷിണ അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞ് മർദ്ദം 2 തരത്തിൽ, ഉച്ചമർദ്ദമുണ്ട്, ന്യൂനമർദ്ദമുണ്ട്. ഇതിന്റെ മർദ്ദം കുറവാണെങ്കിൽ ന്യൂനമർദ്ദം എന്താണ് പറയാ? ന്യൂനമർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദം കുറവ്. ഉച്ചമർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉച്ചമർദ്ദം എന്ന് പറഞ്ഞാൽ മർദ്ദം കൂടുതൽ കേട്ടോ. അപ്പൊ ഈ 2 വാക്ക് അറിയണം. ഉച്ചമർദ്ദം എന്താണ്, ന്യൂനമർദ്ദം എന്താണെന്ന് അറിയാം. ഉച്ചമർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ? മർദ്ദം കൂടുതലാണ്. ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ മർദ്ദം കുറവാണ്. പിന്നെ രാഷ്ട്രീയ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കടലിലൊക്കെ എന്താണ് ചൂടാവുമ്പോൾ എന്നൊക്കെ പറഞ്ഞത്. അതിനാണ് നമ്മൾ ആദ്യം പഠിപ്പിച്ചാണ് സംവഹനം എന്ന് പറഞ്ഞത്. സംവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? വായു ചൂട് പിടിക്കുന്ന സമയത്ത് വായു മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുമ്പോൾ താഴെ മർദ്ദം ഉണ്ടാവില്ല. ഇവിടുത്തെ വായു മുകളിലേക്ക് പിന്നെ താഴെ ഉണ്ടാവില്ല, മർദ്ദം ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഒരു ന്യൂനമർദ്ദ മേഖല ഫോം ചെയ്യും. അപ്പൊ ഈ ഭൂമധ്യ രേഖയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന ഒരു 5 ഡിഗ്രി അങ്ങോട്ടും 5 ഡിഗ്രി ഇങ്ങോട്ടും വരുന്ന പ്രദേശത്തെ സൂര്യൻ ഇവിടെ നടുക്കാണ്. ഭൂമിയുടെ നടുക്ക് സൂര്യൻ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ചൂട് മുഴുവൻ ഇങ്ങോട്ട് വരികയാണ്, ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ചൂട് പിടിച്ചിട്ട് വായു മുഴുവൻ മുകളിലേക്ക്
അപ്പൊ ഈ ഭൂമധ്യരേഖയുടെ നേർ മുകളിലാണ് സൂര്യൻ എപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഭൂമധ്യരേഖ പ്രദേശത്ത് കൂടുതൽ ചൂട് വരികയും ഈ ചൂട് എന്താണ് ചെയ്യുന്നത്, വായു ചൂട് പിടിച്ച് മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുമ്പോൾ താഴെ ഉണ്ടാവും മർദ്ദം ഉണ്ടാവില്ല, അവിടെ ന്യൂനമർദ്ദം ഉണ്ടാവും. ഇതിനെയാണ് എന്താ മധ്യരേഖ എന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കും. എന്താ വിളിക്കാം? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്നാണ് നമ്മൾ വിളിക്കുക. എന്ത് വിളിക്കും? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കുന്നതാണ്. ഇവിടെ മർദ്ദമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരം ചൂടേറ്റിട്ട് ചെയ്യുന്ന വായു മുഴുവൻ പൊങ്ങി പൊങ്ങി മുകളിലേക്ക് പോകും. താഴെ എന്തുണ്ടാവില്ല, കരയുടെ മുകളിൽ മർദ്ദം ഉണ്ടാവില്ല, വായു മുഴുവൻ പൊങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ ഇതിനെയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കുന്നത്. ആ മർദ്ദമേഖലകൾ നമ്മൾ പഠിച്ചു വെക്കണം. 3 മർദ്ദമേഖലകൾ പഠിച്ചു വെക്കണം. അത് വേറെ, അത് വേറെയാണ് നമ്മൾ. അത് പറയാം. ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും അവസാനം അവിടെ പറഞ്ഞത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ 30 ഡിഗ്രി എത്തൂലേ? ഇത് കഴിഞ്ഞാൽ മുകളിലേക്ക് 30, താഴേക്ക് 30 ഡിഗ്രിയാണ്. ഇവിടുന്ന് മുകളിലേക്കാണ് താഴേക്കാണ് 30 ഡിഗ്രി എത്തുമ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ ഇതൊക്കെ പൊങ്ങിപ്പോയില്ലേ? ഇവിടുന്ന് ചൂട് പിടിച്ച് പൊങ്ങിപ്പോയതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നതാണ്, മുകളിലെത്തിയിട്ട് ഇവിടെ എത്തുമ്പോൾ താഴേക്ക് വരും. ഇവിടെ എത്തുമ്പോൾ ഒരു താഴേക്ക് വരും. ആ മുകളിൽ പോയ വായു മുഴുവൻ എന്ത് ചെയ്യും, ഭൂമധ്യരേഖയിൽ നിന്ന് മുകളിലേക്കുള്ള വായു മുഴുവനും ഇങ്ങനെ പോയി സ്പ്രെഡ് ചെയ്തിട്ട് അപ്പുറത്ത് 30 ഡിഗ്രി എത്തുമ്പോഴേക്കും വീണ്ടും താഴുമ്പോൾ അവിടെ ഇരുന്ന മർദ്ദം കൂടും. അപ്പൊ അവിടെ ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, ഈ മേഖലയ്ക്കാണ് എന്താ പറയാ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉച്ചമർദ്ദ മേഖല എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഇത് രണ്ടും ഈ 30 ഡിഗ്രി ആയിട്ട് മുകളിൽ താഴെ കേട്ടോ, രണ്ടെണ്ണം ഉണ്ടാവും. മുകളിലത്തെ 30 ഡിഗ്രിയിലും താഴത്തെ 30 ഡിഗ്രി നമ്മൾ വിളിക്കുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അവിടെ മർദ്ദം കൂടുതലാണ്. മർദ്ദം കൂടാൻ കാരണം എന്താണ്? ഭൂമധ്യരേഖയിലും പൊങ്ങിപ്പോയത് മുഴുവൻ അവിടെ എത്തുമ്പോൾ 2 വശത്തെത്തുമ്പോൾ പൊങ്ങിയത് മുഴുവൻ താഴേക്ക് അവിടെ മർദ്ദം കൂടും. അപ്പൊ അതിനെയാണ് ഇത് വിളിക്കാം ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, രണ്ടിടത്തും അതുപോലെ വരും. ഇനി